കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അസുഖം വളരെ മൂർച്ഛിച്ചു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കുറേ ദിവസം ആശുപത്രി കിടന്നു. അതിന് കാരണം അത് ചൈനയിൽ പോയതിൻ്റെ ഒന്നുമല്ല. ചൈനയിൽ പോയിട്ട് വന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു തകരാറുമില്ല. ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ എനിക്ക് ചെന്നൈ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചെന്നൈയിലൊരാവശ്യമായിട്ട് പോയി. അപ്പോൾ ഫ്ലൈറ്റിൽ ഒരാളെൻ്റെ തൊട്ട് പുറകിലിരുന്ന ആൾ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. വളരെ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പം മാസ്ക് ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, അതിൻ്റെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ ഈ ചുമയും കേട്ടുകൊണ്ട് അവിടെ വരെ ഇരുന്നു. ചെന്നൈ വരെ ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ മുതലേ എനിക്ക് അത്ര വയ്യ, ചെറുതായിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ചെന്നൈയിലെ ഇടപാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ മടങ്ങി. അന്നേരം വയ്യ എനിക്ക്, എന്ന് വെച്ചാൽ ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പനി അങ്ങനെ വരത്തില്ല. കാരണം ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും എടുക്കും. അപ്പോൾ ഈ വർഷം എടുത്തതാണ്. അപ്പോൾ അങ്ങനെ പനി വരത്തില്ല, പ്രകടമായിട്ടുള്ള പനി വരത്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വയ്യ ഒട്ടും. പക്ഷേ ഒരു സ്കൂളിൽ പ്രവേശനോത്സവം അവർ നിർബന്ധമായിട്ട് ഞാൻ അവിടെ ചെന്നേ പറ്റൂ. കാരണം അവർ നേരത്തെ എന്നെ ബുക്ക് ചെയ്തതാണ്, കുറേ നാൾ മുമ്പ് തന്നെ അവർ ഏർപ്പാട് ചെയ്തതാണ്. എന്നാലും വയ്യെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് വയ്യാതാ വരുന്നത്, അവിടെ അന്നേരം സാരമില്ല, സാറിനെ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചയച്ചേക്കാമെന്ന് പറഞ്ഞു. അവർ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചയക്കുകയും ചെയ്തു കേട്ടോ. ഞാനത് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. അത് സംസാരിക്കാൻ തന്നെ വയ്യ എനിക്ക്. അപ്പോൾ ചുമയുണ്ട്, അന്നേരം വേറെ കുഴപ്പമൊന്നും ഇല്ല, പക്ഷേ എനിക്ക് വയ്യ, കിടന്നോളാൻ വയ്യ. അത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വന്ന് ഞാൻ വീട്ടിൽ വന്ന് ചുരുണ്ട് കൂടി കിടന്നു അന്ന് മുഴുവൻ. അപ്പോൾ എനിക്ക് തോന്നി പനിയുടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് കുമാർ IAS നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതായത് അച്യുതാനന്ദൻ്റെ കൂടെ, VS അച്യുതാനന്ദൻ്റെ കൂടെ ഈ മൂന്നാർ ദൗത്യത്തിന് പോയ ഒരു സുരേഷുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിൻ്റെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. അത് 6-ാം തീയതി, ശനിയാഴ്ച. അപ്പോൾ എനിക്ക് നോക്കപ്പോൾ അവർ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ല കാറിനകത്ത്. ഞാൻ പറഞ്ഞു കാറിനകത്ത് എന്തായാലും വരാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അത് അവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇവിടുന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ അവിടെ പോയി. അവിടെ ചെന്ന് സമയമായപ്പോഴാണ് ഈ പ്രോഗ്രാമിൻ്റെ സമയം. ഏതാണ്ടൊരു 15 മിനിറ്റോളം താമസിച്ചാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്നിട്ടേ അത് നടക്കുകയുള്ളല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ഹോട്ടലിലൊന്ന് വിശ്രമിച്ചു ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഒരു വൈകുന്നേരത്തെ ഫ്ലൈറ്റ്, അത് വൈകുന്നേരം 6:10 മറ്റോ ആണ് ആ ഫ്ലൈറ്റ്, ഇവിടുന്ന് കൊച്ചി കണ്ണൂർ. അതിൽ ആ കൊച്ചി ഫ്ലൈറ്റിലേക്ക് ഞാൻ വീണ്ടും അതിൽ തന്നെ തിരിച്ചു വന്നു. തിരിച്ച് ഇവിടെ വന്ന് എനിക്കങ്ങ് ഒട്ടും വയ്യാതായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത പണി എന്തോന്നറിയോ? ഇത് ഈ സ്വയം ഒരു ചികിത്സയുണ്ട്. സ്വയം ചികിത്സയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യനാണ് എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ അസുഖം വന്നാലും അപ്പം നോക്കുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം ഇതേപോലെ എനിക്ക് ഒരു പനി വന്നപ്പം കുറിച്ച് തന്ന മരുന്ന്, അതിൻ്റെ ആ പ്രിസ്ക്രിപ്ഷൻ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എടുത്തു കൊടുത്ത് അതങ്ങ് വാങ്ങിച്ച് അങ്ങ് കഴിച്ചു. ഇതൊക്കെ കഴിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അപ്പം ഇങ്ങനെ അതിന് മുമ്പ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു, ഇതൊക്കെ മരുന്നൊക്കെ കഴിച്ചു. അന്ന് ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോയി തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നതിന് ശേഷം രാത്രി ഒരു 2 മണിയോടെ ഞാൻ ഉണർന്നു. അപ്പം എനിക്ക് ഭയങ്കര ഷിവറിങ് ആണ്, വിറയ്ക്കുകയാണ്, ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ പൊള്ളുന്ന പനിയുണ്ടെന്ന് കസ്തൂരി പറഞ്ഞു. അപ്പോൾ ഏതാണ്ടൊക്കെ തുണി നനച്ചൊക്കെ വെക്കുന്നുണ്ട് ദേഹത്തൊക്കെ. അപ്പോൾ എന്നിട്ട് ഉടനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി.
അവിടെ ചെന്ന് റെനെ മെഡിസിറ്റിയിൽ അന്ന് മുതൽ ഒരു 7 ദിവസം അവിടെ സുഖവാസമായിരുന്നു, അവിടെ കിടന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ ഈ സ്വയം ചികിത്സയുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാലാകാലങ്ങളിൽ ഈ മരുന്നുകൾ മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പഴയ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നിട്ട് അതൊന്നും ഇന്ന് ഏൽക്കുകയല്ല. ഇപ്പോൾ അങ്ങനായി. ഏതായാലും അവിടെ കിടന്നതിന് ശേഷം അവിടെ അന്ന് പോയി ആശുപത്രി കൊണ്ടുവന്ന് അവരെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല 7 ദിവസം സുഖവാസമായിരുന്നു. ഈ സുഖവാസത്തിനിടയിൽ ധാരാളം മരുന്ന് 2 കയ്യിലുമായിട്ട് 4 മൊത്തം എനിക്ക് ക്യാൻഡിലായിട്ടിരുന്നത്. അത് ഇട്ടിരുന്നിട്ട് അതിൽ കൂടെ IV ആയിട്ട് സ്റ്റീറോയിഡ്, അതായത് ഹൈഡ്രോകോർട്ടിസോൺ, അതും കൂടാതെ ഭയങ്കര സ്ട്രോങ് ആൻറ്റിബയോട്ടിക്, ഇതെല്ലാം തന്നു. 2 ദിവസം അത് ഏറ്റില്ല. കാരണം ബ്ലഡിനകത്ത് ഇൻഫെക്ഷനായി. അത് എന്ന് മനസ്സിലാവുന്നില്ല. അത് കൺട്രോൾ ചെയ്യാനൊരു മാർഗ്ഗവുമില്ല. അത് കൂടിക്കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അത് അപകടമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ഏതായാലും ശരി, 2 ദിവസം കഴിഞ്ഞപ്പം മുതൽ അതിന് ഫലം കണ്ടു തുടങ്ങി. അപ്പോൾ അത്രയും സ്റ്റീറോയിഡൊക്കെ ദേഹത്തെ അടിച്ച് കയറ്റി കേട്ടോ. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നുമുണ്ട്. ഇന്നും ആയപ്പോഴത്തേക്ക് അത് തീർന്നു, ആ കോഴ്സ് തീർന്നു. ടേപ്പർ ചെയ്ത് നിർത്തണമല്ലോ, ഞാൻ നിർത്തി. ഏതായാലും ശബ്ദം ഇപ്പം ഏതാണ്ട് ഒരുമാതിരി ശരിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കില്ലാതിരുന്ന ഒരു അസുഖം കൂടെ എനിക്ക് അങ്ങ് വന്ന് അതിൻ്റെ ഇടയിൽ. കാരണം ഈ ചുമച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇത് വീസിങ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിഞ്ഞുകൂടാതാന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് വീസിങ് ആണെന്ന്. പിന്നെ അത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ രീതിയിലായിപ്പോയി. വളരെ വളരെ ബുദ്ധിമുട്ടി ഞാൻ. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഒന്ന്, നമ്മൾ മാസ്ക് വെക്കണം. ഈ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയാൽ നിർബന്ധമായിട്ട് മാസ്ക് വെച്ചുകൊണ്ടേ പോകൂ. അത് ആക്ഷേപമൊന്നുമല്ല, വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ മാസ്കും വെച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ വേറെ അവിടെ ഇരുന്ന് അങ്ങ് ചുമയ്ക്കുകയും കുരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിത് അടുത്തൂടെ പോയാൽ മതി, ഈ വൈറസൊക്കെ കയറി അങ്ങ് പിടിക്കും. അത് ഒന്നും അറിയാതെ നമുക്ക് ഇതിങ്ങനെ വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ മാസ്കൊക്കെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. മാസ്ക് യൂസ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, അസുഖം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്വയം ഉള്ള ചികിത്സ വേണ്ട, ഡോക്ടറെ കാണണം. കണ്ട് ആ ചികിത്സ, അല്ലെങ്കിൽ ഇതേപോലെ കൂടിപ്പോവും. കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പലപ്പോഴും കൈവിട്ടു പോവും. അവരുടെ പരിഭ്രമമൊക്കെ കണ്ടപ്പോൾ ഡോക്ടേഴ്സിൻ്റെ എനിക്ക് തോന്നി എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന്. അവരങ്ങനെ വലുതായിട്ടത് പറഞ്ഞതും ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഏതായാലും ശരി, ശബ്ദം ഇപ്പോൾ ശരിയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ അവസാനം ഞാൻ ചെയ്തേക്കുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ എനിക്ക് എൻ്റെ ശബ്ദത്തിന് അതും പ്രത്യേക ഒരു വ്യത്യാസം ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം മൂക്കടപ്പന്ന് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ആ രീതിയിലാണ്. ശബ്ദം ശരിയല്ല. ഇപ്പോൾ കുഴപ്പമില്ലാതായി എന്നേ ഉള്ളൂ. വോയിസ് റെസ്റ്റ് എനിക്ക് ഇന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ അസുഖം മാറ്റിയതിന് എനിക്ക് നന്ദി പറയാനുള്ളതും വലിയ കടപ്പാടുള്ളതും ഡോക്ടർ കൃഷ്ണനോടാണ്. അദ്ദേഹമാണ് റെനെ മെഡിസിറ്റിയുടെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിട്ടാണ് ഞാൻ അവിടെ അഡ്മിറ്റായതും. അദ്ദേഹമാണ് എല്ലാ ദിവസവും വന്ന് എന്നെ കണ്ടുകൊണ്ടിരുന്നതും. അവധിയായിട്ട് പോലും ഞായറാഴ്ച പോലും എന്നെ വന്ന് നോക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. വളരെ നന്നായിട്ട് നോക്കി. നല്ല ഒരു ആശുപത്രി, കൊള്ളാം. എല്ലാം കൊണ്ടും നല്ല വൃത്തിയുണ്ട്. പേഷ്യൻ്റ് ഫുഡ് അവിടെ നല്ല രീതിയിലാണ് തരുന്നത്. വളരെ നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. അവിടുത്തെ നഴ്സുമാരും അതുപോലെ മറ്റ് ഡോക്ടേഴ്സും, അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള മറ്റെല്ലാ ഡോക്ടേഴ്സും എല്ലാവരും എന്നെ വന്ന് നോക്കിയിരുന്നു. വളരെ നല്ല ഒരു പരിചരണമാണ് എനിക്കവിടെ ലഭിച്ചത്. ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, അമേരിക്കയിൽ നിന്നും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ എന്നെ ഒരുപാട് ആളുകൾ എൻ്റെ പ്രേക്ഷകരാണ്. അവർ അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നായാലും ഉള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ വീഡിയോ ഒന്നും കാണാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വോയിസ് റെസ്റ്റ് ആണെന്ന് എൻ്റെ ഭാര്യയാണ് അവരോടൊക്കെ മറുപടി പറഞ്ഞതും.
അപ്പോൾ ഇതിന് ഒന്ന് എല്ലാവരുടെ അടുത്തും ഒന്ന് പറയാൻ വേണ്ടിയാണ്, ഇത് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ തുടർന്ന ഉടനെ ചൈനയുടെ ആ യാത്രയെ സംബന്ധിച്ചുള്ള വീഡിയോ ഇടുന്നതായിരിക്കും.